അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് 6 ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഉമ്മ 12 വർഷത്തോളം കരഞ്ഞ് കണ്ണീരൊഴുക്കി നേടിയെടുത്തിട്ടുള്ള ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചിട്ടാണ്. ആ ഉമ്മാൻ്റെ സന്തോഷം നമ്മളൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുടെ മകൻ ഉമ്മയിൽ നിന്നും വേർപിരിഞ്ഞുകൊണ്ട്, ഉമ്മയോട് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഭാര്യയുടെ കൂടെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. ഉമ്മയും മകനും തമ്മിൽ വർഷങ്ങളോളം പിണക്കമാണ്. ആ ഉമ്മ കരഞ്ഞ് എല്ലാ ദിവസവും റബ്ബിനോട് ദുആ ചെയ്യും, നൊന്ത് പ്രസവിച്ച മകനെ തിരികെ കിട്ടുവാനും അവർ കുടുംബത്തോടു കൂടി ഒരുമിച്ച് താമസിക്കുവാനും വേണ്ടിയിട്ട്. എന്നാൽ 12 വർഷം ആ ഒരു മകൻ ഉമ്മയെ തിരിഞ്ഞു നോക്കുകയോ ഉമ്മയെ ഒന്ന് വിളിക്കുകയോ കാണാൻ വരികയോ പോലും ചെയ്തില്ലത്രേ. ആ മകൻ അവൻ്റെ ഭാര്യ പറയുന്നതിനനുസരിച്ച് നിൽക്കുകയും ഭാര്യയോട് സ്നേഹം കാണിച്ച് ഉമ്മയെ വെറുക്കുകയും ഉമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവർ കുടുംബത്തോടു കൂടി ഭാര്യയും മകനും മക്കളും 12 വർഷം മറ്റൊരു വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഒറ്റപ്പെട്ട് കണ്ണീരൊഴുക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ദുആ ചെയ്തും തൻ്റെ മകൻ്റെ സ്വഭാവം മാറിക്കിട്ടി മകനും ഭാര്യയും പേരക്കുട്ടികളും ഒക്കെ അവരുടെ കൂടെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മരണം വരെ കഴിയാൻ വേണ്ടി ദുആ ചെയ്യുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയുടെ ദുആ അല്ലാഹു തആല കേൾക്കുകയാണ്. ആ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നത്, എല്ലാ ദിവസവും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 11 വട്ടം ഞാൻ സൂറത്തുൽ ളുഹാ പാരായണം ചെയ്യുമാറുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പരസ്പരം പിണങ്ങി നിൽക്കുന്നത് ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളോ സഹോദരങ്ങളോ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളോ അയൽവാസികളോ ആരും തന്നെ ഉണ്ടെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഏതൊരാൾക്കും ഒരു പരിഹാരമാണ് സൂറത്തുൽ ളുഹാ. 11 വട്ടം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ളുഹാ നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങൾ ആരുമായിട്ടാണോ പിണക്കത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആരാണോ പിണക്കത്തിലിരിക്കുന്നത് അവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളുടെ പിണക്കം അവസാനിക്കുകയും ചെയ്യുന്നതാണ്. സൂറത്തുൽ ളുഹാ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം പിണക്കം അവസാനിപ്പിക്കുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും കൊണ്ടുവരാനുമുള്ള ഒരു സൂറത്താണ്. ഒരു ഭാര്യ സ്ഥിരമായിട്ട് സൂറത്തുൽ ളുഹാ മഗ്‌രിബ് നിസ്കരിച്ച് 7 വട്ടം ഓതുകയാണെങ്കിൽ അവൾക്കും അവളുടെ ഭർത്താവിൻ്റെ ജോലിയിലും ഖൈറും ബർക്കത്തും റഹ്മത്തും അല്ലാഹു തആല നൽകുകയും ഭർത്താവിൻ്റെ ജോലിയിൽ കിട്ടുന്ന ശമ്പളം ഉടനടി വെച്ചടി കയറ്റം വെക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ സൂറത്തുൽ ളുഹായെ 40 വട്ടം ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ കച്ചവടത്തിലുള്ള എല്ലാ സാധനങ്ങളും അവൻ വിചാരിച്ച വിലക്ക് പെട്ടെന്ന് അവൻക്ക് വിറ്റഴിഞ്ഞ് കച്ചവടത്തിൽ റാഹത്തും റഹ്മത്തും ബർക്കത്തും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുന്നതാണ്. സൂറത്തുൽ ളുഹാ നിങ്ങൾ 3 വട്ടമെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരു പ്രയാസവും നൽകുകയില്ല. അങ്ങനെ ഒട്ടനവധി മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ളുഹാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു മഹത്വം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സൂറത്തുൽ ളുഹായെ നിങ്ങളും പാരായണം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല ആ ഒരു പ്രയാസത്തെ നീക്കിത്തരുവാൻ നിങ്ങളെ സൂറത്തുൽ ളുഹാ കൊണ്ട് സഹായിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.